മറ്റൊന്നുമല്ല, കർണവും ദൈവത്താൽ അത്ര സകലവും സാധിക്കുമെന്ന് പറഞ്ഞ വചനം ഇന്ന് അന്വർത്ഥമാകാൻ തക്കവണ്ണം നമ്മളിവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ, നിയോഗങ്ങൾ മുഴുവനും സാധിക്കണമെങ്കിൽ കരുണയുണ്ടാകണം. കരുണയുണ്ടാകണമെങ്കിൽ നമ്മൾ വഴിയും വിചാരം ഉപേക്ഷിക്കണം. നമ്മളൊന്ന് കേട്ടു. യെശയ്യാ 55 റോമർ 9 അധ്യായത്തിലെ തിരുവചനങ്ങൾ ഇണകേർത്ത് ചിന്തിച്ചുകൊണ്ടാണ് ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വിശുദ്ധ കുർബാനയും ആരാധനയും ധ്യാനവും വചന ശുശ്രൂഷയും എല്ലാം കരുണയുടെ വഴി തുറക്കാനാണ്. നമ്മുടെ സ്വന്തം വഴിയും വിചാരവും ദുഷ്ടതയും കരുണയുടെ വഴി അടച്ചിട്ടുണ്ട്, ദൈവകോപം വരുത്തിയിട്ടുണ്ട്. അത് മാറാൻ വേണ്ടി ആണ് ഇന്ന് നമ്മളിപ്പോൾ ഒരുങ്ങുന്നതായി ഓർപ്പിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടതകളോടും അശുദ്ധാത്മാക്കളോടും അശുദ്ധ അരുവികളോടും യാത്ര പറഞ്ഞ് ഈ സ്ഥലം ശുദ്ധീകരിക്കപ്പെടാൻ പോവുകയാണ്. യെശയ്യാ 55 വാക്തത്വം നമ്മുടേതായി തീരുമ്പോൾ ദൈവത്തിൻ്റെ വചനം അത് ഉദ്ദേശിക്കുന്ന കാര്യം സാധിച്ചിട്ടേ മടങ്ങിപ്പോകുന്നതാണ്. സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന വചനം, ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന വചനം ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കിയിട്ടേ അംഗീകരിക്കുള്ളൂ. മാതാവിൻ്റെ ഉള്ളിൽ കയറിയതായ പരിശുദ്ധാത്മാവ് കൊടുത്തതായ വചനം സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ സന്നിധിയിലെത്തിയപ്പോൾ പാതാളം വരെ വീണുപോയ ആദാമിൻ്റെ അവ്വായൊക്കെ രക്ഷിച്ചുകൊണ്ടാണ് പോയത്. ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ പാതാളത്തിൽ പോയ പ്രാണനുണ്ട്, വ്യക്തികളുണ്ട്. അവരുടെ പ്രാണനെയും കൂടെ സ്വർഗത്തിൽ എത്തിച്ചാലേ കുടുംബം രക്ഷപ്പെട്ടു എന്ന് പറയാനൊക്കെ. അപ്പോൾ രക്ഷപ്പെട്ട കുടുംബമായി യേശുവിൻ്റെ സന്നിധിയിൽ നമുക്ക് എത്തണം. നോഹയുടെ കുടുംബം രക്ഷപ്പെട്ടു. അത് ആ അനുഭവത്തിനായി ഇപ്പോൾ നമ്മൾ ഒരുങ്ങുകയാണ്, തയ്യാറാകുകയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇപ്പോൾ വചനം മുറിച്ച് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് നമ്മുടെ മഹത്വം ശക്തി സ്വർഗത്തിൽ എത്തിക്കണം. ഒരു തുള്ളി കണ്ണുനീരെങ്കിലും പൊഴിച്ച് അനുതാപത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുന്നവരൊന്ന് കുർബാന അനുഭവിച്ചാൽ മതി. ചുമ്മാതെ ഒന്ന് കുർബാന അനുഭവിച്ചാലും കുഴപ്പമെന്നാണെന്നറിയാതെ കുർബാന തരുന്ന അച്ഛനും ജനങ്ങൾക്ക് ദോഷമായി തീരും, ആത്മഹത്യയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. കർത്താവിൻ്റെ ഒന്നാമത്തെ കുർബാനയിൽ 12 പേര് കുർബാന അനുഭവിച്ച ഒരാൾ ആത്മഹത്യ ചെയ്തു. അവൾ ഭൂതം കയറിയെന്നാണ് പറയുന്നത്. ഈ ഗതികേടുടെ വരരുത്. നമുക്കിവിടെ ഒരു ധൃതിയില്ല. ഇന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് സ്വസ്ഥമായി കുർബാന അനുഭവിക്കാനുള്ള ഒരു ദിവസമാണ്. ഒരു ധൃതിയില്ല. ആരെങ്കിലും ധൃതിയുണ്ട് എപ്പോഴേ പോകാം. ദൈവാത്മാവ് നയിക്കുന്ന പോലെ ആയിരിക്കുന്നത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് 12 മണി വരെ ആരാധന തുടരും. 12 മണിക്ക് ശേഷമാണ് വിശുദ്ധ കുർബാന തരുന്നത്. അത് അനുഭവിക്കുമ്പോൾ ഒരു തിന്മ എൻ്റെ ആൾ കയറരുത്. അത് യോഹന്നാൻ ശ്ലീഹ ആ കുർബാന അനുഭവിച്ചൊരു കുരിശിൻ്റെ ചുവട്ടിൽ നിന്നു ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടു, സ്വർഗാരോഹണം ചെയ്ത കർത്താവിനെയും കണ്ടു. ആത്മനിറവിൽ പത്മോസ് ദ്വീപിൽ ഏകനായിരുന്നപ്പോഴും വെളിപ്പാട് ദിവസം എഴുതി നമുക്ക് സമ്മാനിച്ചു. ഈ നല്ല പാരമ്പര്യത്തെ പിന്തുടരുവാനാണ് ഇതെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രഹസ്യമായ തിയോപ പ്രാർത്ഥന തുടരും. രഹസ്യമായി പുരോഹിതൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പടിയേറ സാഹിബ് നിങ്ങളോട് സംസാരിക്കും. അഭിഷേകം ജ്വലിച്ച് അഭിഷേകമാണ് സംസാരിക്കേണ്ടത്. അത് വചനം വിശ്വാസമായി പരിണമിച്ച് വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹമാകുവാൻ ഇത് മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും അഭിഷേകം ജ്വലിച്ച് അഭിഷേകത്തിൻ്റെ ജ്വലിപ്പിലൂടെ കിട്ടുന്ന സന്ദേശങ്ങൾ അനുഭവമായി മാറും എന്നുള്ളത് അറിയിച്ചുകൊണ്ട് പടിയേറ സാറിനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ച് ശ്രദ്ധാപൂർവ്വം ഇരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായം വാക്യങ്ങൾ 37 മുതൽ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നതുപോലെ ജീവജലത്തിൽ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവർ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടില്ല, ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. പുരുഷാരത്തിൽ പലരും ആ വാക്ക് കേട്ടിട്ട് ഇവൻ സാക്ഷാല പ്രവാചകനാകുന്നുവെന്ന് പറഞ്ഞു. വേറെ ചിലർ ഇവൻ ക്രിസ്തു തന്നെയെന്നും, മറ്റു ചിലർ ഗലീലായിൽ നിന്നോ ക്രിസ്തു വരുന്നത് ദാവീദിന്റെ സന്തതിയിൽ നിന്നും, ദാവീദ് പറഞ്ഞ ഗ്രാമമായ ബേത്ലഹേമിൽ നിന്ന് ക്രിസ്തു വരുന്നുവെന്ന് തിരുവെഴുത്ത് പറയുന്നില്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ പുരുഷാരത്തിൽ അവനെ ചൊല്ലി ഭിന്നതയുണ്ടായി. അവരിൽ ചിലർ അവനെ പിടിക്കുവാൻ ഭാവിച്ചുവെങ്കിലും ആരും അവന്റെ മേൽ കൈവച്ചില്ല. ചേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവനോട്, നിങ്ങൾ അവനെ കൊണ്ടുവരാതെ ഇരുന്നത് എന്ത് എന്ന് ചോദിച്ചതിന്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാൾ സംസാരിച്ചിട്ടില്ല എന്നേ ചേവകർ ഉത്തരം പറഞ്ഞു. പരീശന്മാർ അവരോട്, നിങ്ങൾ തെറ്റിപ്പോയോ? പ്രമാണികളിലാകട്ടെ പരീശന്മാരിലാകട്ടെ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? ന്യായപ്രമാണം അറിയാത്ത പുരുഷാരമോ ശപിക്കപ്പെട്ടവരാകുന്നു എന്നേ ഉത്തരം പറഞ്ഞു. അവരിൽ ഒരുത്തനായി മുമ്പേ അവന്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദീമോസ് അവരോട്, ഒരു മനുഷ്യന്റെ വാവണി ആദ്യം കേട്ട്
അവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണവനെ വിധിക്കുന്നോ എന്ന് പറഞ്ഞു. അവനോട്, നീയും ഗലീലാക്കാരനോ? പരിശോധിച്ചു നോക്കുക, ഗലീലായിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തൻ താൻ്റെ വീട്ടിൽ പോയി. ജീവജലത്തിന്റെ ഉറവിടമായ കർത്താവ് നമ്മൾ ജീവജലം ഉണ്ടാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന മരണത്തിന്റെ ജലം ഉണ്ടാക്കുന്ന സാഹചര്യം ഇവിടെ കാണുകയാണ്. വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവജല നദി പുറപ്പെടുന്ന പോലെ അവിശ്വസിക്കുന്നവരിൽ നിന്ന് മരണനദി ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ ആരാധനയ്ക്ക് വന്നിരിക്കുന്നവർ നമ്മുടെ ഉള്ളിൽ നിന്ന് ജീവജല നദിയാണോ മരണനദിയാണോ വരുന്നത്? ജഡത്തിന്റെ പ്രവൃത്തി മരണം ഉണ്ടാകും. ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ഇവയുടെ പുറയിലെ തിന്മയുടെ ശക്തിയിൽ നമ്മുടെ ശക്തിയെ വലിച്ചെടുത്ത് മരണത്തിന്റെ ജലം ഒഴുക്കിവിടും. എന്നാൽ ജഡമോഹത്തെയും കൺമോഹത്തെയും ജീവിതത്തിന്റെ പ്രതാപത്തെയും കുരിശിച്ച് ദൈവേഷ്ടം മാത്രം നടന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ചേർന്ന് ജീവജല ഉറവയെടുക്കും. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേരുമ്പോഴാണ് വെള്ളം ഉണ്ടാകുന്നതെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. രണ്ട് ആത്മാക്കൾ ചേർന്നാലേ നല്ല ആലോചനകൾ വരിക. നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ ഹൃദയത്തിൽ വെച്ച് ഒന്ന് ചേരുകയാണെങ്കിൽ അത് ജീവജലത്തിന്റെ ഉറവിടമായി മാറും. നമ്മുടെ ഹൃദയത്തിൽ അശുദ്ധാത്മാവ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവും അശുദ്ധാത്മാവും കൂടെ ചേർന്നാൽ മരണജലവും ഉണ്ടാകും. ഏതെങ്കിലും ഒരു ജലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മരണജലം മുഴുവൻ പമ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഹൃദയത്തിന്റെ അടിത്തട്ട് മുഴുവൻ ക്ലീനാക്കി പിശാച് ഒളിച്ചിരിക്കുന്ന ഉൾപ്പെടങ്ങൾ വെള്ളിക്കളഞ്ഞതിന് ശേഷം ജീവജലം പുറപ്പെടുന്ന ഒരു കിണറായും അതിനുശേഷം അത് കവിഞ്ഞൊടി ഒരു നദിയായി മാറേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ ലാഭത്തോടുകൂടിയാണ് ഇവിടുത്തെ ആരാധനയും ധ്യാനം നടത്തുന്നവർ ഓർപ്പിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പാവങ്ങളോടും എല്ലാ മരണനദി ഉണ്ടാക്കുന്ന മരണത്തിന്റെ ദൂതനോടും യാത്ര പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ പാവദിന പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധി ഉണ്ടാകുള്ളതായ പ്രാർത്ഥനയുടെ ഈ സമയം പരിശുദ്ധ മാതാവ് നമുക്ക് തരുന്ന വലിയ സന്ദേശം. നമ്മൾ ഇന്ന് കേട്ടതായ സന്ദേശത്തിൽ ഏറ്റവും അധികമായി നമ്മുടെ മനസ്സിൽ കുറിക്കൊണ്ടിരിക്കുന്ന ഒരു വചനം, പാപജീവിതത്തോട് യാത്ര പറഞ്ഞ മക്തല മറിയം ഇനി നീ പാപം ചെയ്തെന്ന് പറഞ്ഞ കർത്താവിന്റെ വചനം അങ്ങനെ അനുസരിച്ചു. നമ്മളെല്ലാം കുമ്പസാരിച്ചവരാണ്, പാപ ഏറ്റുപറഞ്ഞവരുമാണ്, പാവയാണെന്ന് പറഞ്ഞവരുമാണ്. അവരോടൊക്കെ കർത്താവ് ഇത് ആവർത്തിക്കുന്നുണ്ട്, നീ മേലാൽ നീ പാപം ചെയ്യരുത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ പാപം ആവർത്തിക്കുന്നവരാണ്. എന്താണ് അതിൻ്റെ കാരണം? ഇന്നും ഒരേ പാപം പിന്നെയും പല പ്രാവശ്യം ആവർത്തിക്കേണ്ടി വരുന്നു. പക്ഷെ മക്തല മറിയത്തിന് അത് ഇടയായില്ല. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം കണ്ടെത്തി ആ മക്തല മറിയത്തിന് കർത്താവിനെ പിന്നെ പാപം ചെയ്യാതെ ജീവിക്കാൻ എങ്ങനെ സാധിച്ചു? മക്തല മറിയത്തിനോട് ചോദിച്ചാൽ രഹസ്യം പറയും. കർത്താവ് പറഞ്ഞു, നിന്റെ പാപജീവിതത്തിന് ഒരു 7 ഭൂതങ്ങളുണ്ടായിരുന്നു. കല്ലെറിയാൻ കൊണ്ടുവരപ്പെട്ട ആ മക്തല മറിയത്തിനെ കല്ലെറിയാൻ കൊണ്ടുവന്നവരെ ഇവിടെ ഇപ്പോൾ കൊല്ലണമെന്നും കല്ലെറിഞ്ഞ് കൊല്ലണമെന്നും പറഞ്ഞാൽ കൊണ്ടുവന്നത്. ഈ വിവരം ഉടനെ തന്നെ സ്വർഗത്തിലെ പിതാവിനെ അറിയിച്ചു. പുത്രൻ, പിതാവെ, തേണ്ട വ്യക്തിയെ കൊണ്ടു നിർത്തിയിരിക്കുന്നു, തെളിവ് സഹിതം തൊണ്ടി സഹിതം കൊണ്ടു നിർത്തിയിരിക്കുക കല്ലെറിയാൻ. ഞാൻ എന്ത് ചെയ്യണം? ഇത് കർത്താവിനെ പരീക്ഷിക്കാനും കൂടിയാണ് അങ്ങനെ ചെയ്തത്. ഇവനെങ്ങനെയാണ് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നതെന്നറിയാൻ. അപ്പോൾ അത് പിതാവിനോട് സംസാരിച്ചിട്ട് പിതാവ് പറഞ്ഞ പോലെയാണ് പെരുമാറിയത്. ഈ ഒരു സ്വഭാവം നമുക്കുണ്ടോ? ആരെക്കുറിച്ച് എന്തൊക്കെ കണ്ടാലും കേട്ടാലും പിതാവിനോട് പറഞ്ഞ് കാര്യം ന്യായമായി വിധിക്കുന്നവർ പരമേൽപ്പിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? അങ്ങനെ ഒരു വചനം പത്രോസിന്റെ ലേഖനത്തിലുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായാലും, എന്ത് ആരോപണം ഉണ്ടായാലും, എന്തെല്ലാം സംഭവിച്ചാലും അത് ഉടനെ തന്നെ കാര്യം ന്യായമായി വിധിക്കുന്നവർ പരമേൽപ്പിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതേത് വാക്യാന്ന് നിങ്ങൾക്കറിയാമോ? 1 പത്രോസ് എത്രാം വാക്യ? 1 പത്രോസ് എത്രാം വാക്യ? അധ്യായം ഏതാ? നോക്കിയാണ്ട്. പത്രോസിന്റെ ആ വിജയരഹസ്യം, പത്രോസ് തോറ്റിട്ട് ജയിച്ചയാളാ. പത്രോസ് താണിട്ട് ഉയർന്നയാളാണ്. കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് പിന്നെ ഏറ്റു പറഞ്ഞ ആളാണ്. ആ പത്രോസ് തന്നെ വിജയരഹസ്യം പറയുവാണ്. ഏത് കാര്യവും എത്രയാ? 1 പത്രോസ് 4:19 അതൊന്ന് വായിച്ചാട്ടെ. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടത സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിൽ പരമേൽപ്പിക്കട്ടെ. ഇനിയും കാര്യം ന്യായമായി വിധിക്കുന്നെങ്കിൽ കാര്യം പരമേൽപ്പിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. ഇത് പ്രാണനെ എല്ലാ ദിവസവും സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. പ്രാണനെ സമർപ്പിക്കണമെങ്കിൽ പിതാവിന്റെ വിധിപ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തകളനുസരിച്ച് വിധിച്ചുകൊള്ളുക ഓരോ കാര്യങ്ങൾ. കണ്ടതും കേട്ടതും വെച്ചുകൊണ്ട് വിധിക്കുക. ഇവിടെ ഇത് കണ്ടതും കേട്ടതും വെച്ചുകൊണ്ടാണ് ഇവിടെ കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്ത് കാണാത്തതും കേൾക്കാത്തതും വേറൊരു കാര്യം. അത് പിതാവിന് മാത്രമേ ആ വാക്യം എവിടെയാണെന്ന് അറിയാവൂ.
പത്രോസിന്റെ ലേഖനത്തിൽ ആദ്യത്തെ 2-3 അധ്യായത്തിൽ ഒരു അധ്യായത്തിലുണ്ട്, എന്തു സംഭവിച്ചാലും സ്വന്തമായി വിധി കൽപ്പിക്കാതെ ഞാനിങ്ങനെ കാണുന്നു, ഞാനിങ്ങനെ കേൾക്കുന്നു, ഇങ്ങനെ പറയുന്നു, ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം ഒന്നും ചെയ്യുന്നില്ല. കാര്യം ന്യായമായി വിധിക്കുന്ന ആളാണ് പിതാവ്, നീതിയോടെ വിധിക്കുന്ന ആളാണ്. അതൊന്ന് വായിക്കാം. തന്നെ ശകാരിച്ചിട്ടും ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണിപ്പെടുത്താതെയും ന്യായമായി വിധിക്കുന്നെങ്കിൽ കാര്യം പരമേൽപ്പിച്ചു. ആ ഒരു സ്വഭാവം നോക്കണം. അനുദിന ജീവിതത്തിലെ ആവർത്തിക്കുന്ന അനേക സംഭവങ്ങളുണ്ട്. നമ്മുടെ ബുദ്ധി അനുസരിച്ചോ യുക്തി അനുസരിച്ചോ നമ്മൾ കണ്ടതും കേട്ടതും വെച്ചിട്ട് അല്ല വിധിക്കേണ്ടത്. കാണാത്തതും കേൾക്കാത്തതും അറിയാത്തതും അനേക കാര്യങ്ങൾ പിതാവിനറിയാം. ആ പിതാവിൻ്റെ ആലോചനപ്രകാരം എന്തെങ്കിലും ചെയ്യാവൂ, എങ്കിൽ മാത്രമേ നമുക്ക് ഇനി പാപം ചെയ്യാതിരിക്കാനൊക്കൂ. കർത്താവിൻ്റെ ആ സ്വഭാവം ആർക്ക് കിട്ടി? പത്രോസിന് കിട്ടി, മഗ്ദല മറിയത്തിനും കിട്ടി. മഗ്ദല മറിയത്തെ അതുവരെ നയിച്ചുകൊണ്ടിരുന്നത് 7 ഭൂതങ്ങളായിരുന്നു. 7 ഭൂതങ്ങൾ കയറി മനസാക്ഷി വികൃതമായി, വികലമായി, അബോധമായി ഒരു ഭ്രാന്തിയെ പോലെ നടക്കുക. ഒരു ബോധവുമില്ല. 7 ഭൂതങ്ങൾ അവരുടെ ബോധമണ്ഡലത്തെ വികലമാക്കിയിട്ട് പട്ടാൻ പോലും വ്യഭിചാരം ചെയ്യാൻ ഒരു പുരുഷനെ പിടിച്ചുകൊണ്ട് പോയിരിക്കുക. അതുകൊണ്ടാണ് പിടിക്കേണ്ടി വന്നത്. ബോധമുള്ളവര്, നാണമുള്ളവർ ചെയ്യുന്ന പണിയാണിത്. ഇല്ല, അപ്പൊ അത്രയ്ക്ക് നാണം കെട്ടുപോയി, അത്രയ്ക്ക് ബോധം കെട്ട് പോയെന്നതിൻ്റെ അർത്ഥം പിന്നെ ബോധമില്ല, പരിസര ബോധമില്ല, കാണുന്നവരെ പിടിച്ചോണ്ടങ്ങ് പോവുക. അപ്പൊ അതുപോലെയുള്ള ഗതികേട് നമുക്ക് വരരുതേ എന്ന് പ്രാർത്ഥിച്ചോണം. ഭൂതങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ബോധം കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. അത് 6000 ആയി കഴിഞ്ഞാൽ പിന്നെ തുണി വേണമെന്ന് തോന്നുന്നില്ല. ഏതാ 6000 ഭൂതം കയറിയപ്പോൾ ലഘുവൻ ബാധിച്ചവൻ, അവൻ തുണി വേണ്ട, വീട് വേണ്ട, ഒന്നും വേണ്ട, അവൻ അകലേക്ക് പോയി നടക്കുക. ചങ്ങല ചെയ്യുന്ന ഒരു വിഷയമല്ല, അടിച്ചു പൊട്ടിക്കുക. അപ്പം ഭൂതങ്ങളുടെ എണ്ണം കൂടുന്നത് സൂക്ഷിച്ചോണം കേട്ടോ. ഭൂതങ്ങളുടെ എണ്ണം കൂടി എങ്ങനെ ഓരോ സ്വഭാവങ്ങൾ വരും. ഭൂതങ്ങളുടെ എണ്ണം കുറച്ച് കൊണ്ടുവന്ന് എല്ലാ ഭൂതങ്ങളെയും പുറത്താക്കി കഴിഞ്ഞാൽ ആത്മാവിൽ ദരിദ്രരായി പരിശുദ്ധാത്മാവും വിശുദ്ധന്മാരും മാലാഖമാരും മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞെങ്കിലേ സുബോധം വരുള്ളൂ. അങ്ങനെയുള്ള സുബോധത്തിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ മാത്രമേ നല്ല തീരുമാനം ആയിരിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് കാണിച്ചൊരു നല്ല മാതൃക, മഗ്ദല മറിയത്തിനെ കല്ലെറിയാനായിട്ട് കൊണ്ടുവന്നപ്പോൾ അത് പിതാവിനെ അറിയിച്ചപ്പോൾ പിതാവ് എന്നാ കാര്യം പറഞ്ഞു, മോനെ അവള് പാപം ചെയ്തെന്നും പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കുന്നത്, പക്ഷെ അവളിതൊന്നും അറിഞ്ഞിട്ടില്ല. 7 ഭൂതമാണ് അവളെ നയിക്കുന്നത്. ഇവളുടെ ഗർഭത്തിൽ വെച്ച് തന്നെ നിന്റെ സാക്ഷിയാകാൻ ഞാൻ മെനഞ്ഞതാ. അങ്ങനെ ഉയർത്തെഴുന്നേറ്റാൽ ഇവളാണ് ആദ്യം കാണുന്നത്. അത് പിശാച് മണത്തറിഞ്ഞിട്ട് ആ പരിപാടി പരാജയപ്പെടുത്താൻ 7 ഭൂതത്തെ കയറി കൊടുത്തത്. മനസ്സിലായോ? അപ്പോൾ ഗർഭത്തിലെ ഒരാളെ മെനയുന്ന കാണുമ്പോഴേ അറിയാം ഏതാണ്ട് ഉദ്ദേശം എന്നാണ്. മെനച്ചിൽ കാണുമ്പോൾ തന്നെ ഏതാണ്ട് വലിയ പരിപാടിക്കുള്ള സാധനമാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും അമ്മമാരുടെ ഉദരങ്ങളിൽ നമ്മളെ മെനഞ്ഞപ്പോൾ പിശാച് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. കാരണം അവന്റെ ലോകമല്ലേ ഇത്. അപ്പോൾ നമ്മൾ അമ്മമാരുടെ ഉദരങ്ങളിൽ ദൈവത്താൽ മെനയപ്പെട്ടവരാണ്. അതിനാരും നന്ദി പറഞ്ഞിട്ടുണ്ടോ? അതിന് ആധാരം വാക്കിയത് 139 സംഗീതത്തിനതിൽ നമ്മൾ ഉണ്ടാകട്ടെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരെയും കർത്താവ് കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കിക്കൊണ്ട് ഒരു പ്രത്യേക മുഖം ഉണ്ടായിരിക്കുന്നത്. ഒരേ അച്ചിലിട്ട് വാർത്താലെല്ലാം ഒരുപോലെ ഇരിക്കും അല്ലേ? ഒരേ അച്ചിലിട്ട് വാർത്ത ഒരുപോലെ ഇരിക്കും. പക്ഷേ ഒരേ ഗർഭകാശയത്തിൽ കിടന്ന് വളർന്നാലും ആംഗ്ലയും മംഗളും തമ്മിൽ വ്യത്യാസമുണ്ട്. ട്വിൻസ് ആണെങ്കിൽ പോലും അതിന്റെ കാരണം എന്നാ? ട്വിൻസിനെ പോലും കർത്താവ് പ്രത്യേകം മെനഞ്ഞ് ഉണ്ടാക്കുക. മനസ്സിലായോ? ഈ ഒരു വലിയ നന്ദി ദൈവത്തോടുണ്ടോ? അപ്പൊ എന്നെയും നിങ്ങളെയും ആദാമിന്റെ കാലം മുതൽ ലോകാവസാനം വരെയുള്ള സകലരെയും കർത്താവ് പ്രത്യേകമായിട്ട് മെനഞ്ഞുണ്ടാക്കുക. ആദാമിനെ മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ പോലെ നമ്മളെ മെനഞ്ഞുണ്ടാക്കിയിട്ടാണ് ഈ ഷേപ്പ് നമുക്കുണ്ടായത്. നന്ദി പറയണ്ടേ? നമ്മളെപ്പോലെ ഒരാളെ ദൈവം ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. നമ്മളിൽ നിന്ന് മാത്രം ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു വലിയ അതാണ് നമ്മുടെ വില. ആരെല്ലാം നമ്മൾ ചവിട്ടി നിർത്താലും നിന്ദിച്ചാലും പഴിച്ചാലും ദുഷിച്ചാലും പിതാവ് പറയുന്നത് നിന്നെപ്പോലെ ഒരുത്തനെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, നിന്നെപ്പോലെ ഒരുത്തിയെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ നിന്നിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് നിന്നിൽ നിന്ന് കിട്ടാൻ ഞാൻ നോക്കിയിരിക്കുകയാണ്. ആ ഉത്തരവാദിത്വം നോക്കണ്ടോ? പ്രാർത്ഥിക്കുന്ന അതിനു വേണ്ടിയാണ്. ഏത് സാഹചര്യത്തിലും നമ്മൾ ഈ പിതാവിന്റെ സൽഗുണം കാണിച്ചുകൊണ്ട് പിതാവിന്റെ മകനാണ് മകളാണെന്ന് തെളിയിച്ചുകൊണ്ട് നമ്മൾ സൽഗുണപൂർണ്ണരായി തെളിയിക്കാൻ പിതാവ് നോക്കിയിരിക്കുക. അപ്പന്റെ അമ്മയുടെയും സ്വഭാവം മക്കൾ കാണും ഇല്ലേ? ശരീരത്തിന്റെ പ്രകൃതിയും അതുപോലെ തന്നെ സ്വർഗത്തിലെ അപ്പച്ചന്റെ സ്വഭാവം നമ്മളിൽ കൂടെ കണ്ടിട്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് അവർ ശത്രുക്കളെ കൊണ്ട് പോലും പറയിപ്പിക്കാൻ ദൈവത്തിന്റെ പദ്ധതി. നമ്മളെ ആരെങ്കിലും കണ്ടിട്ട് ഇതൊരു ദൈവവേദനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതാണ്ട് കുഴപ്പമില്ലേ? നമ്മളെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം പിശാച് നമ്മളെ വികൃതരാക്കിയിട്ടുണ്ട്, പ്രാകൃതരാക്കിയിട്ടുണ്ട്, ജഡീകരാക്കിയിട്ടുണ്ട്. നമ്മുടെ ഷേപ്പ് മാറിപ്പോയിട്ടുണ്ട്. കർത്താവിന്റെ തിരികെ കിട്ടിയാലേ മാത്രമേ ശരിക്കും പഴയ ഷേപ്പ് വരുള്ളൂ, പഴയ ആ രൂപം നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് മഗ്ദല മറിയത്തിന്റെ കാര്യം പിതാവിനെ അറിയിച്ചപ്പോൾ പിതാവ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഞാൻ അവളുടെ അമ്മയുടെ ഗർഭത്തിൽ മെനഞ്ഞപ്പോൾ
ഉയർത്തെഴുന്നേറ്റ യേശുവിന് ആദ്യം പ്രത്യക്ഷപ്പെടാൻ നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയാൻ പറ്റിയ ഒരാളായിട്ട് ഞാൻ അവളെ ശരിക്കും ഡിസൈൻ ചെയ്തതാണ്. അത് പിശാച് ഒളിഞ്ഞു നോക്കി, ഇവള് ചില്ലറ പുള്ളിയൊന്നും അല്ല എന്ന് പിശാച് മനസ്സിലാക്കി. അവരെല്ലാം കൂടെ ഒരു ഗൂഢാലോചന നടത്തിയത്, ഇവളെ ഇങ്ങനെ വെറുതെ വിട്ടാലൊക്കെയില്ല, ഇവൾ നമ്മളെ തല തകർക്കുന്ന യേശുവിൻ്റെ കൂട്ടുകാരത്തിയാകേണ്ട ആളാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴേ തന്നെ അവളെ ബോധം കെടുത്തിയേക്കാമെന്ന് ഞാൻ 7 ഭൂതം കയറി ഭ്രാന്തിയാക്കി. അവൾ കാണിച്ച എവിടെയും ഭ്രാന്ത്. അത് എത്ര നാൾ കാണിക്കുമെന്ന് കാണാൻ വേണ്ടി അതിൻ്റെ എന്നിൽ ചെന്നതാണ്. ഒരു ഡഡ് എന്നിൽ ചെന്ന് ചേർന്നു. പാപം ചെയ്ത് കൊതി തീരെ പാപം ചെയ്തു. ഇനി ഒറ്റ മിനിറ്റ് പോലും ജീവിക്കാൻ അർഹതയില്ലാത്തതുകൊണ്ട് എല്ലാവരും കൂടി പിടിച്ച് കൊല്ലാനും കൊണ്ടു. ഇനി അവൾക്ക് ആശിച്ചിട്ട് കാര്യമല്ലുണ്ടോ? അവളുടെ പാപ ജീവിതത്തിന് കർത്താവ് അന്തം വരുത്തി. അവൾക്ക് ജീവിതത്തിന് സകല ആശകളും തീർത്തു. കല്ലിൻ്റെ മുമ്പിൽ അവൾ നോക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത്, പിതാവ് പറഞ്ഞു, അവളുടെ കൂടെ കൂടിയിരിക്കുന്ന 7 ഭൂതങ്ങൾക്ക് പകരം കൊടുത്ത് നീ തന്നെ അവൾക്ക് വേണ്ടി മരിക്കണം. അവൾക്ക് വേണ്ടി മരിക്കുന്നിടം വരെ വേറെ പകരം ജീവികളെ കൊടുത്ത് തൽക്കാലം കൊണ്ട് മാറ്റി നിർത്താൻ പറഞ്ഞു. ലീഗവൻ ബാധിച്ച മനുഷ്യന്റെ 6000 ഭൂതങ്ങൾക്ക് 2000 പന്നിയെ കൊടുത്തതുപോലെ ഈ 7 ഭൂതങ്ങൾക്ക് ആ ഭൂതങ്ങൾ ചോദിച്ചിടത്തോളം പകരം കൊടുത്തിട്ടാണ് കർത്താവ് അവളെ ഇനിയും പാപം ചെയ്തതെന്ന് പറഞ്ഞു. അവ ചുമ്മാതെ വാചകം അടിച്ചാലൊന്നും ഈ കാര്യം നടപ്പില്ല. ഇച്ചിരി ചിലവുണ്ട് ഈ കാര്യത്തിൽ. പാപം ചെയ്യാതിരിക്കണമെങ്കിൽ പുണ്യം ചെയ്യാനുള്ള ആത്മാവ് വേണം. പാപം ജീവിക്കുന്ന പിശാച് പോവുകയും വേണം. മനസ്സിലായോ? എല്ലാ ദുസ്വഭാവങ്ങളുടെയും പുറകിൽ ചില ദുരാത്മാക്കളുണ്ട്. അവരോട് പോകാൻ പറഞ്ഞാൽ അവർ ചോദിക്കുന്ന പകരവുമുണ്ട്. അതെല്ലാം സ്വർഗത്തിലോട്ട് പറഞ്ഞാൽ പകരം കൊടുത്ത് വിടുന്നേ. അപ്പൊ സൽസ്വഭാവികളാകണമെങ്കിൽ ദുസ്വഭാവ താങ്ങികളെ മാറ്റി സൽസ്വഭാവ താങ്ങികളെ നിർത്തണം. സൽസ്വഭാവ മുടക്കിളെ മാറ്റി ദുസ്വഭാവ താങ്ങികളെ മാറ്റി ദൈവം ഉദ്ദേശിക്കുന്നത് മാത്രം പ്രവർത്തിക്കുന്ന മാലാഖമാരെയും വിശുദ്ധന്മാരെയും നമുക്ക് കൂട്ടുകിട്ടിയാൽ മാത്രമേ പാപം ചെയ്യാതെ നന്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പാപം ചെയ്യാതിരുന്നാൽ പോരാ, നന്മ ചെയ്യുകയും വേണം. അപ്പൊ പാപം ചെയ്യാതിരുന്നാലേ നന്മ ചെയ്തിട്ട് നമ്മൾ ചെയ്തു പോകാനുണ്ടെങ്കിൽ എല്ലാ പ്രവൃത്തിയും പൂർത്തീകരിക്കുകയും വേണം. എങ്കിലേ നിവൃത്തിയായി എന്ന് പറഞ്ഞു പോകാൻ. അപ്പൊ നമ്മൾ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ആരെയും നോക്കേണ്ട ആരെയാ? കർത്താവിനെയും പിതാവിനെയും മാത്രം നോക്കിയാൽ മതി. അപ്പൊ സ്വർഗത്തിലെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ആ ത്രിയേക ദൈവത്തെ നോക്കി അവര് പ്രതീക്ഷിക്കുന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്കിലേ പാപം ചെയ്യാതെ നന്മ ചെയ്യാനും പുണ്യം ചെയ്യാനും സാധിക്കൂ. അതുകൊണ്ട് മക്കളുടെ മറിയത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 7 ഭൂതങ്ങളെ പകരം കൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടി മരിച്ചോളാമെന്ന് പറഞ്ഞു. ഇപ്പൊ പോകണമെന്നതിന് വണ്ടിക്കൂലിയാണ്ട് ഈ കുറെ ഭൂതങ്ങളിൽ നിന്ന് കയറി പൊക്കോളാൻ പറഞ്ഞു. ആ മരുഭൂമിയിലോട്ട് പൊക്കോ, അല്ലെങ്കിൽ വെള്ളത്തിലോട്ട് പൊക്കോ, എവിടെയെങ്കിലും പൊക്കോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ കാൽവറിയിൽ മരിക്കുമ്പോൾ ഇവൾക്ക് വേണ്ടിയും കൂടി ആയിരിക്കും മരിക്കുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ കർത്താവിന്റെ ആ കരാറനുസരിച്ച് ആ വിലപേശലിലാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വേണ്ടിയും കർത്താവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ തന്നെ ആവശ്യത്തിലാകാത്തത് ആ ഉറപ്പ് വേണം. നമ്മുടെ എല്ലാ ബലഹീനതകളോട് യാത്ര പറയുമ്പോൾ എന്റെ ബലഹീനതയുടെ പുറയിൽ എന്റെ ബലം ചോർത്തിക്കളയുന്ന ബലവാനായ പിശാചിനെ തോൽപ്പിക്കാൻ പരിശുദ്ധനും മഹാപരിശുദ്ധനുമായ കർത്താവിനെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ എല്ലാ ബലഹീനതയുടെയും പുറയിൽ ഒരു ഭൂതമുണ്ട്, ഒന്നിലധികം ഭൂതങ്ങളുണ്ട്. അതിനോട് പോകാൻ പറയണം, അതിനെ തിരിച്ച് ഇറക്കി വിടണം, ചോദിക്കുന്നതോളം പകരവും കൊടുക്കണം. എന്നിട്ട് പരിശുദ്ധാത്മാവിനെയും വചനത്തെയും നമ്മുടെ ഉള്ളിൽ കുടിയിരുത്തുകയും കൂടെ ചെയ്താൽ പിന്നെ ഒരിക്കലും പാപം ചെയ്യാനൊക്കെയില്ല. അപ്പൊ നമുക്ക് വീണ്ടും പാപം ചെയ്യേണ്ടി വരുന്നതിന്റെ കാര്യം എന്നാ? ഇറക്കി വിട്ടത് പിന്നെയും കയറുകയാണ്. ഓരോ ഉത്സവ പ്രാർത്ഥനയും ഉപസാരങ്ങളും ഇറക്കി വിടുക. ഇറക്കി വിടുന്ന ഗേറ്റിങ്ങിൽ അപ്പഴേ നോക്കി നിൽക്കും പിന്നെയും കയറാൻ. ഗേറ്റിങ് ചെല്ലുമ്പം ഇടയുണ്ടെന്ന് പറഞ്ഞ് പിന്നെ അങ്ങ് കയറുക. അതാ ആ ഗതികേട് വരരുത്. അപ്പൊ ഇറങ്ങുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചു ഇവിടുന്ന് കിട്ടിയ ഉടനെ ചാടി ഇറങ്ങി പോകരുത്. കർത്താവ് ഈ സങ്കേതപട്ടണത്തിൽ ഞാൻ പായിരിക്കുക, പിശാചിനെ എല്ലാം മാറ്റിയിട്ടുണ്ട്, ഇനി പാപം ചെയ്തെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ വിടുകയില്ല, നിന്റെ കൂടെ ഇരിക്കുമെന്ന് പറയണം. മക്തലിനെ മുറിയും പറഞ്ഞ എന്നാന്നറിയാമോ? ഇനി മേലെ എനിക്ക് പാപം വേണ്ട, പാപജീവിതം വേണ്ട. ഞാൻ ഇത്രയും നാളും പുരുഷന്മാരെ തേടി തന്ന് പിടിച്ചോണ്ട് വന്നു. ഇനി ഞാനങ്ങോട്ട് പോയാൽ ഇനി അവന്മാർ എന്നെ പിടിച്ചോണ്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിനി ഈ ലോകത്തിലോട്ട് ഇറങ്ങുന്നേ ഇല്ല. എനിക്കിനിയും ജീവിതം ഉണ്ടെങ്കിൽ നിന്റെ കൂടെ മാത്രം. അങ്ങനെ തീരുമാനിക്കണം. എനിക്ക് നിന്റെ കൂടെ അല്ലാതെ പാപം ചെയ്യാതെ ജീവിക്കാൻ സാധ്യമല്ല. അത് കർത്താവ് പറഞ്ഞോ? പാപം ചെയ്തെന്നേ പറഞ്ഞുള്ളൂ. അവള് കണക്കൂട്ടിയെടുത്തതാണ്. ഇനി ഞാൻ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ ഇവൻ്റെ കൂടെ തന്നെ ജീവിക്കണം. അപ്പോൾ ഇവന് പാപം ചെയ്യാൻ നോക്കൂ. ആ ഒരു തീരുമാനം എടുക്കണം. പാപത്തെ ജയിച്ചവനും പാപത്തെ വേണ്ടി ഭരിച്ചു ഉയർത്തുന്നതിന് യേശുവിൻ്റെ കൂടെ അല്ലാതെ ഞാൻ എങ്ങും പോവുകയില്ല. യേശു പറയാതെ ഞാൻ ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ ഒരു പാപം ചെയ്യാൻ നോക്കും. പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുക. ഈ അവസ്ഥ എത്തിച്ചത്. അങ്ങനെ മക്കളുടെ മറിയം പറഞ്ഞു, കർത്താവെ, പാപം ചെയ്യാതിരിക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷെ എന്നെ ഇനിയും ഒറ്റയ്ക്ക് വിടല്ലേ, ഞാൻ നിൻ്റെ കൂടെ വരിക എന്ന് പറഞ്ഞു. പോരട്ടും കൂടെ വരാം. ഞാൻ നിനക്ക് വേണ്ടി തന്നെ ഒരു സ്പെഷ്യലായിട്ട് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, ഒരു മൊബൈൽ ആശുപത്രി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. പാപരോഗത്തിൽ നിന്നെ പൂർണ്ണമായി ചികിത്സിച്ച് സൗഖ്യമാക്കാൻ നീ എൻ്റെ കൂടെ തന്നെ പോരെ.
പക്ഷെ എന്നെ കുരിശിക്കും. മതി കുരിശിക്കാനിത് മതി, ഇവിടെ നടന്നാൽ മതി, അത് ഞാൻ ഏറ്റോളാം. പക്ഷെ നീ വീണ്ടും മേലെ പാപം ചെയ്യരുത്. അപ്പം അങ്ങനെ ഇവളുടെ നിന്ന മുഴുവൻ വഹിച്ചുകൊണ്ട് ഈ മഗ്ദല മറിയത്തിനെ ശുദ്ധിമതിയാക്കാൻ വേണ്ടി പാപരോഗത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് വളരെ ദീർഘമായ ഒരു ചികിത്സയാണ്. അതിന് ഒത്തിരി നാൾ യേശുവിന് ശരീരവും രക്തവും നമ്മൾ കഴിക്കണം. അപ്പം ഭാവികളായിരിക്കും നമ്മുടെ പാപരോഗം മാറണമെങ്കിൽ മരിക്കുന്ന മിനിറ്റ് വരെ ആവർത്തിച്ച് കഴിക്കേണ്ട ഒരു കഷായമാണ് കർത്താവിൻ്റെ ശരീരവും രക്തവും. അവിടെ എത്രയും കൂടുതൽ കുർബാന അനുഭവിക്കുന്നത് ഈ വിഷം ഇറങ്ങാൻ നല്ലതാണ്. അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് എന്നോട് കൽപ്പിച്ചത്, നീ എല്ലാ ദിവസവും കുർബാന ചെല്ലണം. എല്ലാ ദിവസവും കുർബാന ചെല്ലുന്നത് എന്തിനാ? ഈ പാപ അവസ്ഥ അവിടെ കിടക്കുന്നു. എത്ര പാപവനം കിട്ടിയാലും, എത്ര കുമ്പസാരിച്ചാലും, എത്ര അനുഭവിച്ചാലും പാപ അവസ്ഥ കിടക്കുന്നു. ആ പാപ അവസ്ഥ മാറുന്നിടം വരെയും ഈ കഷായം കുടിച്ചുകൊണ്ടേയിരിക്കണം. പാപത്തെ മരിപ്പിച്ചിരിക്കണം. അവൻ അന്ത്യശ്വാസം വലിക്കുന്ന അന്നും കഴിയുമെങ്കിൽ കുർബാന അനുഭവിച്ചേച്ച് വേണം മരിക്കാൻ. അങ്ങനെ അന്ത്യകുദാശ നടത്തി ആ അഭിഷേകം ജ്വലിപ്പിച്ച് അവസാന മിനിറ്റ് വരെ ഈ പാപ അവസ്ഥയെ മരിപ്പിച്ച് വേറെ തികച്ചു നിവൃത്തിയായെന്ന് പറഞ്ഞ് യേശുവിൻ്റെ മാറിലേക്ക് കയറിയാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട. അപ്പോഴാണ് പാപത്തിൻ്റെ പ്രശ്നം തീരുന്നത്. അപ്പം പാപം നമ്മളിൽ മറഞ്ഞിരിക്കുന്ന ഒരു കാലം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്ന ഭാഗ്യം നമുക്ക് കിട്ടും. അത് അത്ര അനേക നാൾ അങ്ങനെ പോകാനൊക്കെയില്ല. കുറേ നാൾ ഇത് കഴിയുമ്പോൾ ഈ പാപം വെളിച്ചാടും. എത്ര നാളാണ് അത് ഒളിച്ചിരിക്കുന്നത്? പാപം മറച്ച് ഇരിക്കുന്ന ഒരു കാലം കഴിഞ്ഞ് പാപം വെളുക്കി ചാടുന്ന ഒരു കാലമുണ്ട്. പാപം വെളുക്കി ചാടുമ്പോൾ അതിനെ നമ്മൾ ചവിട്ടാനും കീഴ്പ്പെടുത്താൻ നല്ല അവസരമാണ്. അങ്ങനെ ഒരു കാലമുണ്ട്. അതാണ് മീഖായ 7 അപ്പോൾ ജനസിസ് 4:7 ഉൽപ്പത്തി 4:7 പാപം നിന്റെ വാതുക്കൽ, അതിൻ്റെ ആഗ്രഹം നിന്നോട്, നീ അതിനെ കീഴട. അപ്പം യേശു നമ്മൾ ജീവിച്ച് വേണം പാപത്തെ ചവിട്ടാൻ. യേശുവിനെ ചവിട്ടാൻ തരത്തിൽ നമ്മുടെ കർത്താവിൻ്റെ കാലമായിട്ട് വളരണം. അതിനെന്നും കുർബാന അനുഭവിച്ചോണം. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ആരാധിച്ച് നമ്മുടെ കയ്യാലികൾ വളർന്ന് 33.5 വർഷം ആയപ്പോൾ കർത്താവ് കാൽവറി മലയിൽ മരിച്ചപ്പോൾ കർത്താവിന് തലചതച്ചതുപോലെ 33.5 കൊല്ലം വളർന്ന യേശുവിനെ നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കാലം ആരുടെ കാലാവും? കർത്താവിൻ്റെ കാലം. ഇപ്പം നമ്മുടെ കാലം എന്തുപോലെ ഇരിക്കും? പിളുന്ത് കാലമായിട്ടിരിക്കുക. യേശു ശരിക്കും വളർന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ചവിട്ടാനൊക്കാത്തത്. അപ്പോൾ യേശുവിൻ്റെ കാൽവറിയിൽ യേശു പിശാചിനെ ചവിട്ടിയതായ അതേ കാലമായിട്ട് നമ്മുടെ കൈയും കാലും മാറണം. അതാണ് പൗലോസ് ചെയ്യാവുന്നത്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണെന്നിൽ എവിടെയാ? ഗലാത്യർ 2:20. ആ ഒരു അവസ്ഥ അത് തിരിച്ചറിയണം. യേശു ആണ് എന്നിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എത്ര വയസ്സായെന്നുള്ളത് തിരിച്ചറിയണം. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ യേശുവിന് എത്ര വയസ്സായെന്ന് കർത്താവിന് പിതാവിനോട് ചോദിച്ചാൽ പറയും, പിതാവേ യേശുവിനെ തന്നതിന് നന്ദി, ശരിക്കും വളർത്തിയിട്ടില്ല, എത്ര വയസ്സായി, ചവിട്ടാറായോ എന്നൊക്കെ ചോദിക്കണം. ഇപ്പം ചവിട്ടാറായില്ലേ ഒളിച്ച് തന്നെ വെച്ചേക്കും, ചോട്ടി തന്നെ മാറ്റിയിട്ടേക്കും. ചവിട്ടാറാകുമ്പോൾ കാലിൻ്റെ ചോട്ടിലോട്ട് വന്ന് നിൽക്കും, ഒന്ന് ചവിട്ടാൻ പറയും. പിശാച് തന്നെ പറയും, എന്നെ എന്ന് ചവിട്ട, എനിക്ക് വെറുതെ മുട്ടി, നിന്റെ കാലുകൊണ്ട് തന്നെ എന്നെ ചവിട്ടാനായിട്ട് ആ പിതാവിനോട് കൽപ്പിക്കുന്നു, ഞാൻ വന്ന് കിടക്കാമെന്ന് പറയും. അങ്ങനെ വേഗത്തിൽ സാധാരണ കാലിൻ്റെ കീഴെ ചവിട്ടിക്കളയാൻ സാധിക്കുന്ന ഒരു അവസ്ഥ വരുമെന്ന് റോമർ 16:20 പറഞ്ഞിട്ടുണ്ട്. റോമർ 16:19 പറയുന്ന നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞാനികളും ആയെങ്കിലേ ഈ സ്ഥിതിയിൽ എത്തുകയുമുള്ളൂ. തിന്മയെ അറിയാത്തവരും നന്മയെ മാത്രം, അതാണ് മഗ്ദല മറിയം ചെയ്തത്. അതുവരെ 7 ഭൂതങ്ങൾ അവളോട് വന്നപ്പോൾ തിന്മയെ മാത്രം അറിഞ്ഞു, പാപം മാത്രം ചെയ്തു, കാണുന്നവരെല്ലാം പിടിച്ചുകൊണ്ട് പോയി, പിടിക്കപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞ് അന്ന് മുതൽ യേശുവിൻ്റെ വചനം അവളുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞപ്പോൾ ഇനി യേശു മാത്രം മതിയെന്ന് പറഞ്ഞു. അപ്പം നന്മ മാത്രം ചെയ്യുവാൻ പറ്റിയ വിധത്തിൽ അശുദ്ധാത്മാവിനോട് യാത്ര പറയുകയും വിശുദ്ധാത്മാവിൽ നിറയുകയും പെന്തിക്കോസ്തിയിൽ കാത്തിരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ 120 പേരോടൊപ്പം ആത്മഫലങ്ങൾ വിളയിക്കുന്ന ആളായിട്ട് അങ്ങ് മാറി. പിന്നെ പാപം ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. ദൈവാത്മാവ് നിറഞ്ഞു നിൽക്കുക. ആ അവസ്ഥയിൽ നമുക്ക് ആകാൻ സാധിക്കും എന്നുള്ള കാര്യം. അപ്പം നമ്മുടെ പാപം അകത്ത് കിടക്കുന്ന കാലം, അത് കാലിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന കാലം, ചവിട്ടിയതിന് ശേഷം വാലയെ പിടിച്ച് സമുദ്രത്തിലേക്ക് വലിച്ചെറിയണം. അത് മീഖായ 7 അവസാനമാണ്. ഇത്രയും കാലം കഴിഞ്ഞങ്ങളെ ഈ പാപത്തിൻ്റെ പ്രശ്നം തീരുള്ളൂ. അതുവരെയും ഹൂസോയ പ്രാർത്ഥന തുടരുക, കുംഭസാരം തുടരുക, ഹൂസോയ തുടരുക, കുർബാന തുടരുക. അപ്പോൾ ഓരോ പ്രാവശ്യം കഴിയുമ്പോൾ വളർന്നുകൊണ്ടിരിക്കണം, പഴയ പോലെ ഇരിക്കാൻ പാടില്ല. അത് ഓരോ ദിവസത്തെയും കുർബാന കഴിഞ്ഞ് ദൈവസന്നിധി ശാലം കൊണ്ട് നേരം കൂടെ ഇരിക്കണം. കർത്താവേ, കുർബാന കഴിഞ്ഞു, എന്നെ തന്നെക്ക് വിടല്ലേ, ഞാൻ നിൻ്റെ കൂടെ തന്നെ വരും, നീ എൻ്റെ കൂടെ വരണം, നമ്മൾ ഒന്നിച്ചാ പോകുന്നെന്ന് പറയാം. അപ്പോൾ പിന്നെ പാവം ചെയ്യാനൊക്കെ പോകും. ഗേറ്റിങ് ചെല്ലുമ്പോൾ ഒന്നുകൂടെ നിന്നേച്ചേ, അപ്പോൾ ആ ഗേറ്റ് കിടക്കാൻ പോവുക. ഈ ചാടി കയറാനായിട്ട് പഴുതുകൾ കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഴുതൊക്കെ അടച്ച് എന്നെ അതിൻ്റെ സംരക്ഷണ വലയത്തിലാക്കണം, മലാഹയെ കൂട്ടു തരണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോകാമെങ്കിൽ അവനങ്ങ് പോകും. വീട്ടിൽ ചെന്നാലും വീടിനകത്ത് ഒളിച്ചിരിക്കുന്നത് കാണും. അവിടെ അതിനെ കൂദാശ ചെയ്ത വീടിൻ്റെ വിശുദ്ധി നിലനിർത്തി അങ്ങനെ എവിടെ പോയാലും യേശുവിനോടൊപ്പം നടക്കാമെങ്കിൽ
അവനോട് കൂടെ ജീവിക്കാമെങ്കിൽ ഈ അവനിൽ നമുക്ക് വളരാൻ സാധിക്കും. പാപ സാഹചര്യങ്ങൾ വരുമ്പോൾ ചത്ത പോലെ ഇരിക്കും, ശവം പോലെ ഇരിക്കും, ഒരനുഭവമില്ല. നീതിയാണ് സ്ഥാനത്തിൽ നല്ല യോദ്ധാവിനെ പോലെ ജ്വലിച്ചിരിക്കും. ഈ അവസ്ഥയിലേക്ക് വരുവാൻ നമ്മുടെ ഇന്നത്തെ ആരാധന ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. കന്യാമറിയാം എൻ്റെ കൂടെ മാതാവ് ആ കാര്യത്തിൽ വിജയിച്ചു. അവർ ശുദ്ധിമതിയായി. അവളുടെ പാപമൊന്നും സ്വർഗത്തിലെ കോടതിയിലൊന്നും ഇല്ലപ്പെടും. അതെല്ലാം മാഞ്ഞുപോയി. അതെല്ലാം മായ്ച്ച് കർത്താവിനെ വിശ്വസിച്ചയാളെന്നും കർത്താവിനെ അനുഗമിച്ചയാളെന്നും വേദനേറ്റ് യേശുവിനെ കണ്ടയാളെന്നും അപ്പോസ്തലന്മാർക്ക് സുവിശേഷം കൊടുത്തയാളെന്നാണ് റെക്കാർഡപ്പോൾ. അതിനാണ് പ്രതിഫലം. ബാക്കിയെല്ലാം റെക്കാർഡെല്ലാം മാഞ്ഞുപോയി. അതാണ് യേശു നമ്മൾ ജീവിച്ചാൽ പഴയ ഹിസ്റ്ററി എല്ലാം അവൻ മായ്ച്ചു കളഞ്ഞിട്ട് പുതിയ ഹിസ്റ്ററി നമുക്ക് തരും. അത് സ്വർണ്ണലിപിയിൽ സ്വർഗത്തിലെ സ്മരണ പുസ്തകത്തിൽ എഴുതുന്നതായിരിക്കും. അത് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി മാതാവ് മക്തല മറിയത്തിന് കിട്ടിയതായ കൃപ മാതാവിന്റെ മധ്യസ്ഥതയിൽ ഏറ്റുവാങ്ങാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥന തുടരുകയാണ്. ശുശ്രൂഷയിലൂടെ, അപ്പം മുറിച്ചതിലൂടെ, വചനം മുറിച്ചതിലൂടെ കിട്ടിയതായ ശക്തി നമുക്ക് നൽകിയിരിക്കുന്ന സൗഖ്യവും ആശ്വാസവും അനുഗ്രഹവും സ്വസ്ഥത മുതലായിരിക്കും നന്ദി പറയാം. എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഈ ടൈമിലായിരിക്കും ഇവിടുത്തെ ആരാധന നമ്മൾ അനുഭവിക്കുന്നു. നേരത്തെ വരുന്നവർക്ക് ഭവനമായി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊടുക്കാം. കുരിശിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് തയ്യാറാകാമെന്നുള്ള അനുഭവിക്കുന്നു. 9-ന് മുമ്പ് വരുന്നവർക്ക് അങ്ങനെ സമയം പ്രയോജനപ്പെടുത്താം. ഈ ആരാധന കഴിഞ്ഞതിന് ശേഷം ആഹാരം കഴിച്ചിട്ട് ഇന്ന് കേട്ടതായ സന്ദേശപ്രകാരം വേരിൻ്റെ വിളയിൽ നിൽക്കുന്ന ഒരു ഭൂതവും തിരിച്ചു കയറാനിടയാകാതിരിക്കാൻ നമ്മുടെ വീടിനെയും നമ്മൾ പോകുന്ന വഴിയെയും ദൂതന്മാർ കാവൽ ചെയ്യുമെന്ന് ഉറപ്പുള്ളപ്പോഴാണ് ഇതിന് പോകാൻ. ബുധനാഴ്ച ദിവസം ഇപ്പോൾ നമ്മൾ ആഹാരം കഴിക്കാൻ പോവുകയാണ്. ആഹാരം കഴിച്ചതിന് ശേഷം ഗേറ്റ് മുതലുള്ളതായ കുരിശുവണ്ടി അടിപിടിയെല്ലാം നടന്നു വന്ന് കുരിശിൻ്റെ വാതിൽ സഞ്ചരിച്ച കർത്താവ്, നീ എൻ്റെ പാപം മോചിച്ചതിന് നന്ദി. മക്കളെ പറയാൻ നിന്നെ വിട്ടുമാറാതെ സ്വർഗാരോഹണം ചെയ്തതിൻ്റെ പുറകെ വന്ന് പെന്തിക്കോസ്തിയുടെ അനുഭവത്തിലെത്തിയപ്പോൾ ഞങ്ങളിനിയും ഈ 50 ദിവസം നീണ്ടു നിൽക്കുന്ന കുർബാന അത് മുടങ്ങാതെ ചെയ്ത് ഞങ്ങളുടെ നവംബർ മാസം 26-ാം തീയതി ഒരു 50-ാം പെരുന്നാളുണ്ട്. ഡിസംബർ മാസത്തിൽ 50-ാം പെരുന്നാളുണ്ട്. നിങ്ങൾ എന്ന് 50 പൂർത്തീകരിക്കുന്ന നിങ്ങളുടെ പെന്തിക്കോസ്തി പെരുന്നാളായിരിക്കും. അതിന് ഇവിടുത്തെ നിത്യകുർബാന തുടങ്ങിയതിന് കണക്കനുസരിച്ചാണ് നവംബർ 26-ന് 50-ാം ദിവസമാകുന്നവരുണ്ട്. അവർക്ക് അന്ന് പെന്തക്കോസ്തിയുടെ അനുഭവം ഉണ്ടാകും. അത് കഴിഞ്ഞ് തുടങ്ങിയവരുണ്ട്. അങ്ങനെ നിങ്ങളുടെ 50-ാം പെരുന്നാൾ പല ദിവസങ്ങളാകാം, പല സമയത്താകാം. ഇവിടെ എല്ലാ ദിവസവും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്ക് കാലം കഴിയുമ്പോൾ ആ ആത്മനിറവിൻ്റെ അനുഭവത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണിത്. ഓരോ 7 ആഴ്ചയും നയവാൻ യോർദാനിൽ മുങ്ങിയതുപോലെയാണ്. അങ്ങനെ 7 ആഴ്ച കഴിയുമ്പോഴാണ് നമുക്ക് പെന്തക്കോസ്തായുടെ അനുഭവം പൂർണ്ണമാകാൻ. അങ്ങനെയുള്ള അവസരങ്ങൾ എല്ലാ ദിവസവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതായി ഓർപ്പിച്ചുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ ബുധനാഴ്ചത്തെ ആരാധന ഇങ്ങനെ, തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ ആരാധന 7 തൊട്ട് 8:30 വരെ, വ്യാഴം ശനി ദിവസങ്ങളിൽ 8:30 ആരംഭിച്ച് 11:00 തീരുന്നു, ഞായറാഴ്ചകളിൽ 8 മണിക്ക് ആരംഭിച്ച് 10:00 തീരുന്നു. പല സമയങ്ങളിലും പല ഇടങ്ങളിലും പല തരത്തിലുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടതെന്ന് വിചാരിച്ചാണ് ഈ ടൈമിങ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് പ്രാർത്ഥന നിങ്ങൾ പ്രയോജനപ്പെടുത്തി നന്ദി പറയുന്നു. ഇപ്പോൾ സ്തോത്രകാഴ്ചയിട്ട് ആഹാരം കഴിച്ചതിന് ശേഷം കുരിശിൻ്റെ ചുവട്ടിൽ കൂടെ പോയി ആ തീരുമാനത്തോട് ഉറപ്പ് വരുത്തി നിങ്ങളെ തിരികെ കയറിയ ഇനിയും കയറുകയാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവസരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓർപ്പിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് കൗൺസിലിംഗ് ഇല്ല. പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ മഞ്ഞപ്പേപ്പർ കുറിച്ച് തന്ന് സ്വയപരിശോധനാ സഹായി വാങ്ങിച്ച് അതിൻ്റെ സ്വയം എന്നുള്ളതോളം നിങ്ങൾ തന്നെ ഫില്ലപ്പ് ചെയ്ത് തന്നിട്ട് അതുകൂടെ നോക്കിയിട്ട് ഇനി കൗൺസിലിംഗ് ഉള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് കുടിശ്ശിക തീർത്ത് സ്വയപരിശോധനാ സഹായിയുടെ അഭിഷേകത്തിൽ കൂടെ നിങ്ങളുടെ മറുപടി വാങ്ങിക്കുന്ന അവസരം വളർത്താൻ വേണ്ടിയാണ് സ്വയം എന്നുള്ള കോൾ ആദ്യം ഫില്ലപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അഭിഷേകത്തിൽ കൂടെ നിങ്ങൾക്ക് തന്നെ ഒരു കുർബാന കഴിയുമ്പോൾ നിങ്ങളുടെ സ്വയത്തിൽ തോന്നിയ കാര്യങ്ങൾ ശരിയല്ല, അത് ഇന്നപോലെയാണെന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ, നിങ്ങളെ കൊണ്ട് തന്നെ കറക്റ്റ് ചെയ്യിക്കാൻ അഭിഷേകമുള്ളവരാക്കാൻ വേണ്ടിയാണ് ആ കോളുകൾ മാറ്റിയിട്ടിരിക്കുന്നതായി ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് കിട്ടുന്ന അവസരം തക്കത് ഉപയോഗിച്ച് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.